സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് ഉസ്ലി എന്നാണ്. നമുക്കാദ്യം ഈ കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തിയെടുക്കാം. അതിനെ കഴുകി വൃത്തിയാക്കി 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഇത് നമുക്ക് തരിതരിപ്പായി പൊടിച്ച ശേഷമാണ് ഉണ്ടാക്കുക. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ പച്ചപ്പയറോ തുവരയോ എന്താണ് നിങ്ങളുടെ കൈവശമെങ്കിൽ അത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഇതിന് ഇന്ന സാധനം വേണമെന്നില്ല. ഇതിന് പയറോ വാഴപ്പൂവോ ബീൻസോ എന്താണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ അത് എടുത്ത് വറവുണ്ടാക്കാം. ഇനി ഇതിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. തേങ്ങ വറവുണ്ടാക്കി അവസാനം ഇടാൻ വേണ്ടിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം 1/2 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത്. അതിൻ്റെ കൂടെ എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. രണ്ട് 3 വറ്റൽമുളക്, 1 നുള്ള് കായം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടലപ്പരിപ്പും ഇട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ സ്വാദ് പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിക്കാതെയാണ് ഇതൊന്ന് തിരിച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഒന്ന് തിരിച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. എല്ലാതും തരിതരിപ്പായ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ രീതിയിൽ തരിതരിപ്പായി തിരിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇനി ഇത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ഒരു പാത്രത്തിലിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം.
ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ചും ആവി കയറ്റിയെടുക്കാം. ഇതിന് 2 ആവി വന്നാൽ മതിയാകും. ഇത് നല്ലതുപോലെ വെന്തു വന്നാൽ കുക്കറിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 നുള്ളി കടുകുമിട്ട് ചെറുതായി മുറിച്ച പയർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. സിമ്മിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് വടയുടെ ഒരു സ്വാദുണ്ടാകും. ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഈ വറവുണ്ടാക്കുന്നത് മുഴുവനും വെള്ളം ഒഴിക്കാതെയാണ്. ഹെൽത്തിയും കൂടിയായ ഒരു തോരനാണ്. ഇതൊന്ന് മൂത്ത് വന്നാൽ നേരത്തെ വഴറ്റി വെച്ച പയറിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ തേങ്ങയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.